ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 17-ാം സങ്കീർത്തനം 15-ാം വാക്യം. ഞാനോ നീതി നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. മനുഷ്യനെ തൃപ്തിപ്പെടുത്തുന്നത് ഭൗതിക വസ്തുക്കളിലൂടെ ലഭിക്കുന്ന നേട്ടമായിരിക്കാം. ലോകം നൽകുന്നത് ആ നേട്ടങ്ങൾ മാത്രമാണ്. തുടർമാനമായുള്ള ഈ നേട്ടങ്ങൾ വിരസതയും ചെടുപ്പും മാത്രമേ നൽകുകയുള്ളൂ. ഭൗതിക സമൃദ്ധിയല്ല ഒരുവൻ്റെ ജീവൻ്റെ ആധാരം. അതിലും ഉന്നതമായ ലക്ഷ്യമാണ് ഭക്തനുണ്ടായിരിക്കേണ്ടത്. ഉണരുമ്പോൾ ദൈവമുഖം കാണുന്ന, ഒരിക്കലും വറ്റിപ്പോകാത്ത, പുതുമ നഷ്ടപ്പെടാത്ത ഒരു കൂട്ടായ്മയുടെ അനുഭവം. സത്യത്തിനും നീതിക്കും വേണ്ടി ദാഹിക്കുന്ന അനുഭവത്തിലൂടെ തൃപ്തി കണ്ടെത്തുന്ന ഒരു ഭക്തൻ്റെ മുഖം ഈ വാക്യത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. പ്രിയ സ്നേഹിതരെ, ഭൗതികയുടെ താൽക്കാലിക സമൃദ്ധിയിൽ അസ്വസ്ഥപ്പെടാതെ ഇന്നിനേക്കാൾ നല്ല പ്രത്യാശ എനിക്കുണ്ട്, ഞാൻ നിൻ്റെ മുഖം കണ്ട് ഉണരും, നിൻ്റെ രൂപം കണ്ട് ഞാൻ തൃപ്തനാകും എന്നുള്ള ദാവീദിൻ്റെ പ്രത്യാശയിൽ നിലനിൽക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് സാധ്യമായി തീരണം. ആ തരത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ പുതുക്കുവാൻ ഈ ധ്യാനം ഇടയായി തീരട്ടെ. പ്രാർത്ഥിക്കുക. കർത്താവേ, നിൻ്റെ മുഖം കണ്ടുണരുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.